അരിക്കൊമ്പൻ വിദഗ്ധ സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ മൂന്നാർ ചിന്നക്കനാൽ മേഖലയിലുള്ളവരെ ആശങ്കയിലാക്കുകയാണ്. ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനും ടൂറിസം മേഖലയ്ക്കും ദോഷകരമായ പല ശുപാർശകളും റിപ്പോർട്ടിലുണ്ടെന്നുള്ള ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത്. ശുപാർശകൾ അപ്പാടെ നടപ്പാക്കിയാൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് വിവിധ സംഘടനകൾ. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം ഈ ഒരു അരിക്കൊമ്പൻ വിഷയം ഉണ്ടായ സമയത്തൊക്കെ തന്നെയും 301 കോളനിയിലെ ജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെയധികം പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഒരുപക്ഷെ അവരെ അവിടെ ആ പ്രദേശത്ത് നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലൊക്കെ തന്നെയും ആ വിഷയം വഴി മാറുന്നു എന്നുള്ള ഒരു ആശങ്കകളൊക്കെ തന്നെ ആദ്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു വിഷയം ഒരിക്കൽ കൂടി വരുമ്പോൾ അതും ജനങ്ങൾക്ക് കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിമാറുകയല്ലേ? വിഷ്ണു, അങ്ങനെ തന്നെയാണ്. പ്രധാനമായും 380 ഏക്കർ കോളനി നിവാസികളാണ് ഏറ്റവും വലിയ ആശങ്കകൾ നേരിടുന്നത്. കാരണം ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനമായി പറയുന്നത് സ്വൈര്യമായി ആനകൾക്ക് സഞ്ചരിക്കാനുള്ള പാത ഒരുക്കണം എന്ന് പറയുന്നു. അത് ഓൾഡ് ദേവികുളം മുതൽ ആനയിറങ്ങൽ വരെയുള്ള ഭാഗം വരെ ഇത്തരത്തിലൊരു പാത ഒരുക്കുമ്പോൾ അതിനോട് ചേർന്നുള്ള ഈ കോളനി നിവാസികളെല്ലാം തന്നെ കടുത്ത ആശങ്കയിലാണ്. അവർക്ക് സ്വൈര്യമായി അവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ മൂന്നാറിലേക്കുള്ള പ്രധാന വഴികൾ ഒഴികെയുള്ള പാതകളിലൂടെയുള്ള സഞ്ചാരം ഒഴിവാക്കി ജനങ്ങളെല്ലാം തന്നെ രാത്രി 7 മണിയാകുമ്പോഴത്തേക്ക് വീടുകളിലേക്ക് എത്തണം എന്നതാണ് നിർദ്ദേശം. ഇതുവഴി വലിയ രീതിയിൽ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 186ഓളം ജീപ്പുകൾ, ട്രക്കുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ആ ട്രക്കുകൾ സർവീസ് നടത്തി ജീവിക്കുന്ന ആൾക്കാരുടെ തൊഴിലിനെ ബാധിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി യാത്ര ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അതോടൊക്കെ ഒപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നു. ഏതാണ്ട് 4500 ചതുരശ്ര കിലോമീറ്റർ ഭാഗത്ത് പൂർണ്ണമായും വന്യജീവികൾക്ക് സ്വൈര്യവിഹാരം നടത്തത്തക്ക രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് മറ്റൊരു നിർദ്ദേശം. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ കോളനി നിവാസികളെ പൂർണ്ണമായും അവിടെ നിന്നും ഒഴിവാക്കേണ്ടി വരും. അത്തരം മേഖലയിലുള്ളവരെ പുനരധിവസിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നടത്തേണ്ടി വരും. ഇത്തരം നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനവാസത്തിന് വലിയ രീതിയിൽ ഭീഷണിയാകുന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പാക്കേണ്ടി വന്നാൽ എത്തിച്ചേരുക എന്നത് തന്നെയാണ് ഈ പ്രദേശവാസികളുടെ, ഇല്ലെങ്കിൽ ചിന്നക്കനാൽ മൂന്നാർ ഭാഗങ്ങളിലുള്ളവരുടെ പ്രധാന ആശങ്ക. വിഷ്ണു, ഒപ്പം തന്നെ സുധീഷ്, ഇത്തരത്തിൽ ഈ ഒരു റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് അവരുടെ ഒരു നീക്കം. എന്നിരുന്നാൽ കൂടിയും നമുക്കറിയാം, മുൻപ് ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായപ്പോഴും സർക്കാർ എന്ന് ഇടപെട്ട പല നയപരമായിട്ടുള്ള ചർച്ചകൾ നടത്തി. എന്നാൽ ആ ഒരു ചർച്ചകളൊക്കെ തന്നെയും പാഴ്വാക്കാകുന്ന, അല്ലെങ്കിൽ സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ തന്നെയും പാഴ്വാക്കാകുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ ഈ ഒരു വിഷയം നീങ്ങുന്നത്? വിഷ്ണു, ഏറ്റവും പ്രധാനമായി വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്നും ഒഴിവാക്കുക, ഇല്ലേ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതിൻ്റെ ഒരു ബാധ്യത സ്വാഭാവികമായും സർക്കാരിനുണ്ട്. എന്നാൽ ആ ഒരു ഇടപെടലിലേക്ക്, ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് നടപടികൾ എത്തിച്ചേരാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഈ മേഖലയിലൊക്കെ തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളിൽ വലിയ വിശ്വാസമില്ല. അതിലുപരി ഇപ്പോഴും അവിടെ വലിയ രീതിയിലുള്ള വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാവുന്നു, മരണങ്ങൾ തുടർക്കഥയാവുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലും ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ റിപ്പോർട്ട്, അരിക്കൊമ്പൻ റിപ്പോർട്ട് കമ്മീഷൻ്റെ റിപ്പോർട്ടുമായി മാത്രം മുന്നോട്ട് പോകാനുള്ള സർക്കാരിൻ്റെ സമീപനം, ഇല്ലെങ്കിൽ ആ ഒരു രീതിയെയാണ് ജനങ്ങൾ ഏറ്റവും കടുത്ത രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് അവർ ജനിച്ചു വളർന്ന, ഇല്ലെങ്കിൽ അവർ അധിവസിക്കുന്ന ഭൂമിയിൽ അവർക്ക് സംരക്ഷണം ഒരുക്കണം. അതോടൊപ്പം തന്നെ വന്യജീവികളുടെ ആക്രമണം തടയുകയും ചെയ്യുക. ഇത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ പൂർണ്ണമായും പുനരധിവസിപ്പിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അവർ നിലവിൽ താമസിക്കുന്നിടത്തു നിന്നും അവരെ ഒഴിപ്പിച്ചുകൊണ്ട് വന്യജീവികൾക്ക് സ്വൈര്യവിഹാരം നടത്തുന്നുള്ള പ്രദേശമായി അതിനെ സംരക്ഷണ വനമേഖലയായി അതിനെ പൂർണ്ണമായും മാറ്റി നിർത്തുന്നതിനോട് ജനങ്ങൾക്ക് യോജിപ്പില്ല. അതിലുപരി ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ ജീവനോപാധികളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കും ഇത് പോകരുത് എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യം. ഇതിൽ സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ ചർച്ചയിൽ പറയുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കിയ ശേഷമേ ഈ റിപ്പോർട്ട് നടപ്പാക്കാവൂ എന്നത് തന്നെയാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യവും. വിഷ്ണു.